കേരളത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കാലാവസ്ഥയൊക്കെ ഇങ്ങനെ മാറി മാറി വരികയാണ്. സെപ്റ്റംബർ മാസമാണ്. പതുക്കെ ഇലകളൊക്കെ പൊഴിഞ്ഞു തുടങ്ങി. എൻ്റെ അടുത്തേം ചെടികളൊക്കെ ഇങ്ങനെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. വീടിൻ്റെയൊക്കെ മുറ്റത്ത് ഇലകളൊക്കെ വീണും പിന്നെ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും നല്ല ഭംഗിയായിട്ട് മഞ്ഞ ഇലകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഫോൾ തുടങ്ങുകയാണ് എന്നാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു സൈന്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ട്രിപ്സൊക്കെ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ പോവുക. ഇല്ലെങ്കിൽ ഫോൾ കോട്ടേജ് ട്രിപ്സും അതിനും പറ്റിയൊരു സീസണാണ് ഇനി സെപ്റ്റംബർ അവസാനം മുതൽ ഒക്ടോബർ ഒരു പകുതി ഒക്ടോബർ അവസാനം വരെ. മനോഹരമായ ഒത്തിരി സ്ഥലങ്ങൾ കാനഡയിൽ കാണാൻ പറ്റുന്ന, ഏറ്റവും ഭംഗിയുള്ള ഫോൾ സീസൺ കാണാൻ പറ്റുന്ന ഒരു കൺട്രി കാനഡയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒട്ടും മിസ്സാക്കാതെ സമ്മർ മിസ്സായവർ ഫോൾ എൻജോയ് ചെയ്യുക. നമുക്ക് തുടങ്ങാം കേരളത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ്. നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് സെഗ്മെൻറ്റ് നാട്ടരങ്ങയിലൂടെ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് കൊച്ചി കാർണിവലാണ്. ഈ പേര് പറയുമ്പോൾ തന്നെ വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നില്ലേ? നമ്മുടെ കൊച്ചിക്കാരുടെ സ്വന്തം കാർണിവൽ എന്ന് പറയുന്നത് ക്രിസ്മസ് സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ന്യൂ ഇയർ ഒക്കെ തുടങ്ങുമ്പോഴത്തേക്ക് സാന്റാക്ലോസിനെ കത്തിച്ചുകൊണ്ടും ധാരാളം സ്റ്റോളുകളും മറ്റേതും മറിച്ചതും പ്രോഗ്രാംസും ഡാൻസും DJയും എന്ന് വേണ്ട ഭയങ്കര ഓളമായിട്ട് കൊച്ചിയിൽ നടന്നു വരുന്ന ഒരു സംഭവമാണ്. അത് തന്നെ ഇവിടുത്തെ കനേഡിയൻ കൊച്ചിൻ ക്ലബ്ബ് ഇവിടെ കൊച്ചി കാർണിവൽ രൂപത്തിൽ നമുക്ക് എല്ലാവർക്കും ആസ്വദിക്കാൻ വേണ്ടി ഇവിടെ വുഡ് ബ്രിഡ്ജ് ഫെയർ ഗ്രൗണ്ട്സിൽ ഈ അടുത്തിടെ കഴിഞ്ഞ മാസമായിരുന്നു നടന്നത്. കാർ ഷോയും അതുപോലെ തന്നെ ധാരാളം സ്റ്റോളുകളും പെർഫോമൻസും. അതിൽ സ്ട്രൈക്കിംഗ് ആയിട്ട് പറയേണ്ട നമ്മുടെ കൊച്ചിക്കാരുടെ സ്വന്തം DJ സാവിയോ ആയിരുന്നു ഇവിടെ എത്തിയിരുന്നത്. DJക്ക് വേണ്ടിയും പാട്ടും പെർഫോമൻസും ആയിട്ട്. അപ്പോൾ ഒത്തിരി അധികം ആളുകളാണ് അത് അറ്റൻഡ് ചെയ്യുകയും എൻജോയ് ചെയ്യുകയും ചെയ്തത്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാം അടുത്തതായി. I want to say is congratulations to all the organizers, to all the people who made this possible. This Conchill Festival is amazing. It's a celebration of everything what we need more of in Canada. More unity, more celebration of our youth. We're dealing with hard times, but when we have bright lights like this great festival, we have opportunity and we have excitement, and we'll soon have prosperity. Thanks very much, guys. Have a great festival. നമ്മുടെ പരിപാടി നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ട് പ്രതീക്ഷിച്ചാലും വലിയൊരു ക്രൗഡാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നമ്മൾക്ക് ഇപ്പോൾ ഓൾറെഡി ഓൾമോസ്റ്റ് വലിയൊരു ക്രൗഡാണ് നമ്മുടെ ഇതിനകത്തുള്ളത്. നമ്മുടെ ഈ പ്രോഗ്രാം നമ്മൾ പ്രതീക്ഷിച്ചതിനായിട്ട് വലിയൊരു വിജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ആധികാരികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ബോസ്കോ നമ്മുടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, മറ്റുള്ള എല്ലാ പ്രതിനിധികളും ഇതിനെപ്പറ്റി ഒരു ആധികാരികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നതായിരിക്കും. ബോസ്കോ വളരെ വലിയ രീതിയിലുള്ള റെസ്പോൺസാണ് നമുക്കിവിടെ. നമ്മൾ പ്രതീക്ഷകൾ ആവശ്യത്തിൽ കൂടുതൽ ക്രൗഡ് ഉണ്ട്, നിങ്ങൾ കണ്ടു പറയാൻ പറ്റും. നമ്മൾ പ്രതീക്ഷകൾ ആവശ്യത്തിൽ കൂടുതൽ ഒരുപാട് നല്ല രീതിയിലെ ക്രൗഡ് നമുക്കിവിടെ ഒരു നല്ല സപ്പോർട്ടായിട്ട് എത്തിയിട്ടുണ്ട്. കേരളത്തിലെ കൊച്ചിൻ കാർണിവൽ അതിമനോഹരമായിട്ട് ഞങ്ങൾ എല്ലാവരും കൊണ്ടാടുകയാണ്. സെക്രട്ടറി സൈചേട്ടൻ, ഇതിൻ്റെ പ്രോഗ്രാം കോർഡിനേറ്റർ വർഗീസ്, പിന്നെ പ്രോഗ്രാം ചെയർമാൻ സജീഷ് ഇപ്പോൾ കൂടെ ഇല്ല. പക്ഷേ എല്ലാവരുടെ ഒരു കൂട്ടമായ പ്രയത്നത്തിലൂടെയാണ് ഇത്രയും വളരെ ഭംഗിയായ ഒരു പരിപാടി. ശരിക്കും ഒന്ന് ചുറ്റും ഒന്ന് കണ്ടോടിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നാട്ടിലെ അതേ കാർണിവലാണ് ഇവിടെ നമ്മൾ കൊണ്ടാടുന്നത്. കൂടുതൽ രണ്ട് വാക്ക് സൈചേട്ടനും വർഗീസും കൂടി പറയുന്നതായിരിക്കും.
നമ്മൾ കൊച്ചിൻ കാർണിവൽ സീസൺ 2 നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതലായിട്ട് അതിഗംഭീരമായിട്ട് ക്രൗഡോട് കൂടിയാണ്. കൂടുതൽ ക്രൗഡ് ഇനിയും വരുന്നുണ്ട്. നല്ലൊരു വിജയമാണ് ഇത്. നമ്മുടെ ഒരു കൊച്ചിൻ കാർണിവൽ എന്ന് വെച്ചാൽ ലോകത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യക്ക് പുറത്ത് വെച്ച്, കേരളത്തിന് പുറത്ത് വെച്ച് നമ്മൾ നടത്തുന്നത്. ഇതൊരു വമ്പിച്ച വിജയം തന്നെയാണ്. ഇനിയും നല്ല ക്രൗഡുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പാർക്കിലോട്ട് ഏതാണ്ട് ഫുള്ളായിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവർ എത്രയും പെട്ടെന്ന് വരിക, എൻജോയ് ചെയ്യുക. I think it's amazing. I think this event, the cultural festivities festival, is great. It represents everything what we need more of Canada. It's celebrating youth, unity, all the things that we need more of in Canada. As difficult times come through, it's events like this to show us the light. I'm so happy to be here, first of all. The Cochin Club is inviting me last, I don't know, 3-4 times for their year-end events, 31st December. I never get a chance, but I see this is an amazing organization you guys are doing. I'm so happy for each and every one of you. Thank you. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കനേഡിയൻ കോച്ചിങ് ക്ലബിൻ്റെ യൂഫോറിയ സ്പോൺസാണ്. ഇപ്പോൾ ആദ്യമായിട്ടാണ് കാർണിവൽ ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് ടൈം ഞങ്ങളുടെ ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു. സോ എനിക്കിത് ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഭയങ്കര താങ്ക്സ് ഉണ്ട്. കാർണിവലിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ, കനേഡിയൻ കോച്ചിങ് ക്ലബിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ ഹാപ്പിയാണ്. കാർണിവലിൽ ഞാൻ ന്യൂ ഇയറിന് പോയിട്ടുണ്ടായി. പക്ഷേ എന്നാലും ഏകദേശം ഒരു ഇതുപോലെ ഉണ്ട്. നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. കാനഡയിൽ ഇങ്ങനെ അധികമായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. കാനഡയിൽ വന്നിട്ട് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇതുപോലെ. ഈ സ്റ്റുഡൻറ് ലൈഫിൽ ഇങ്ങനെ മടുത്തിരിക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മുടെ മലയാളികളുടെ ഇവൻ്റ് ഉണ്ടാകുമ്പം നല്ലൊരു റിലീഫാണ്. നമുക്ക് എൻജോയ് ചെയ്യാനും കുറേ കണക്ഷൻസ് ഉണ്ടാക്കാനും ചുമ്മാ വന്ന് വീക്കെൻഡിൽ റിലാക്സ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു കിട്ടുന്ന പരിപാടിയായിട്ട് തോന്നി. നമുക്ക് നാട്ടിൻ്റെ ഒരു വൈബ് പോലെ ഫുൾ മലയാളികൾ, നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി, അപ്പം അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. കാനഡയിലെ ബൈക്കേഴ്സിൻ്റെ ക്ലബ്ബായിട്ടുള്ള കനേഡിയൻ മലയാളി മോട്ടോർ സൈക്കിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം വരികയും അപ്പോൾ ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ പാർട്ണറായിട്ട് തന്നെ CMMCനെ അവർ ഇൻവൈറ്റ് ചെയ്യുകയും അപ്പം ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളൂ ഈ കൊച്ചിൻ കാർണിവൽ എന്നുള്ളൊരു സംഭവം. അപ്പം നമ്മുടെ കാനഡയിലേക്കും ഇതിൻ്റെ ഫുള്ള് വൈബോട് കൂടി തന്നെ കൊണ്ടുവന്ന് ഒരു പരിപാടി നടത്തുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് ഞങ്ങളെല്ലാവരും തന്നെ തീരുമാനിക്കുകയും അപ്പം അങ്ങനെയാണ് CMMCയുടെ നേതൃത്വത്തിൽ ഞങ്ങളെല്ലാം വന്ന് ഈ ഒരു കാർണിവലിനെ സപ്പോർട്ട് ചെയ്ത് ഇതിനെ സക്സസ് ആക്കേണ്ടത് നമ്മുടെ ഒരു ആവശ്യം പോലെ. കാരണം കാനഡയിൽ താമസിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള ഗ്രാൻഡ് ഇവൻറ്റ്സ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് നമ്മുടേതായ സമ്മറിലെ സമയം സ്പെൻഡ് ചെയ്യാനും മറ്റ് പല കാര്യങ്ങൾക്കും ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. യൂത്തിൻ്റെ മാത്രമല്ല, വണ്ടീനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു വണ്ടിയാണിത്. സത്യത്തിൽ ഞാനിത് മേടിച്ച് 2021 ഞാനിത് മേടിച്ചത്. ഇത് 75 മോഡലാണ് എൻ്റെ വണ്ടി. ഇത് 73 ആണ് ജിതിൻ്റെ വണ്ടി, അതും 75 മോഡലാണ്. ഇത് US ഇറങ്ങിയിട്ടുള്ള വണ്ടിയാണ്. കാലിഫോർണിയയിലായിരുന്നു ഈ വണ്ടി. അവിടെ നിന്ന് പിന്നെ ബ്രിട്ടീഷ് കൊളംബിയയിലുള്ളൊരു ഇംഗ്ലീഷുകാരൻ മേടിച്ചാണിത്. 90s അയാൾ മേടിച്ചു. ബ്രിട്ടീഷ് കൊളംബിയയിൽ നിന്നാണ് ഞാൻ മേടിച്ചത്. അവിടെ നിന്ന് മേടിച്ച് ഇങ്ങോട്ട് ഷിപ്പ് ചെയ്ത് കൊണ്ടുവന്നു. അധികം ഓടിയിട്ടൊന്നുമില്ല, 7000 മൈൽസ് ഓടിയിട്ടുള്ളൂ. OEM ആണ് എല്ലാം, ഫാക്ടറി പെയിൻറ്റ് എല്ലാം OEM, ലൈക്ക് സ്റ്റോക്ക്.